അത് ആര് വേണമെങ്കിലും ആവാം. നമ്മൾ ഫിക്സ് ചെയ്ത ഒരു നാച്ചുറൽ നമ്പറിനെ വെക്കുന്നു. ദെൻ the m tail of the sequence xn is given by xm, ഇതാണ് അതിൻ്റെ നൊട്ടേഷൻ, and it is equal to xm plus 1, xm plus 2, xm plus 3, etc. അതായത് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സീക്വൻസിലെ ആദ്യത്തെ m ടേംസിനെ നമ്മൾ എടുത്ത് കളയുന്നു. ബാക്കിയുള്ള സീക്വൻസിനെയാണ് m tail of the sequence x എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. നമുക്ക് സീക്വൻസ് എക്സ് എം പ്ലസ് എൻ വർ എൻ വാരീസ് ഓവർ നാച്ചുറൽ നമ്പേഴ്സ്. സോ ഇവിടെ എന്നിന് 1 ആവുമ്പോൾ എക്സ് എം പ്ലസ് 1, എക്സ് എം പ്ലസ് 2, എക്സ് എം പ്ലസ് 3, എക്സെട്ര. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ടെയിൽ എന്താണെന്ന് മനസ്സിലാവാനായിട്ട് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സപ്പോസ് നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് സീക്വൻസ് എൻ ആണ് എന്ന് വിചാരിക്കുക. അതായത് our sequence xn is 1, 2, 3, 4, etc. ഇതിൻ്റെ 5 tail എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 പേരെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആരെയൊക്കെ കളയും? 1, 2, 3, 4, 5 എടുത്ത് കളഞ്ഞു. വാട്ട് റിമെയിൻസ് ഇസ് 6, 7, 8, 9, etc. So this is 5 tail of the sequence n. Okay, one more example. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു 1/n ആണ് എന്ന് വിചാരിക്കുക. അതിൻ്റെ 100 tail എന്ന് പറയുമ്പോൾ ആദ്യത്തെ 100 പേരെ നമ്മൾ റിമൂവ് ചെയ്യണം. സോ വാട്ട് റിമെയിൻസ് ഇസ് 1/101, 1/102, 1/103, etc. സോ എം ടെയിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ എം ടെയിലും തന്നിരിക്കുന്ന സീക്വൻസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുക. എം ടെയിലിലെ nth എലമെൻറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ സീക്വൻസിലെ m പ്ലസ് nth എലമെൻ്റ് ആയിരിക്കും അല്ലേ? കാരണം നമ്മൾ ഒറിജിനൽ സീക്വൻസിൽ നിന്ന് m ആൾക്കാരെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എം ടെയിൽ കിട്ടുന്നത്. സോ എം ടെയിലിലെ nth എലമെൻ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ സീക്വൻസിൽ m പ്ലസ് nth എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ nth എലമെൻ്റ് ഓഫ് ദ സീക്വൻസ് x എന്ന് പറയുന്നത് n മൈനസ് nth എലമെൻ്റ് ഓഫ് എം ടെയിലുമായിരിക്കും. പക്ഷേ ഇത് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? n ഗ്രേറ്റർ ദാൻ m ആവണം. അല്ലെങ്കിൽ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. സപ്പോസ് ഐ എം ടേക്കിംഗ് സീക്വൻസ് എക്സ് എൻ ആസ് സീക്വൻസ് എൻ. ഓക്കെ, ഇതിൻ്റെ 100 ടെയിലാണ് ഞാൻ എടുക്കുന്നത്, x100. സോ വാട്ട് ഐ ഹാവ് ഇസ് 101, 102, etc. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഈ ഒറിജിനൽ സീക്വൻസിലെ 50th എലമെൻറ്റ്, അതായത് 50 ആയിരിക്കും. അതിവിടെ എത്രാമത്തെ എലമെൻ്റാണ്? അതിവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ n ഗ്രേറ്റർ ദാൻ m ആണെങ്കിലേ nth എലമെൻറ്റ് ഓഫ് ദ സീക്വൻസ് x എന്ന് പറയുന്നത് n മൈനസ് mth എലമെൻറ്റ് ഓഫ് എം ടെയിൽ ആവുള്ളൂ. അല്ലാത്ത കേസിൽ അത് എം ടെയിലിൽ ഉണ്ടാവില്ല. ഇനി നമുക്കൊരു പ്രൂഫ് നോക്കാം, അതായത് ഒരു തിയറം നോക്കാം. ഈ തിയറം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, we have a sequence xn, x1, x2, x3, etc. This is a sequence of real numbers and m is a fixed natural number and we are taking m tail of x. Okay, and the theorem says that the m tail xm of x converges if and only if x converges. x കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എം ടെയിൽ കൺവെർജൻ്റ് ആയിരിക്കും. തിരിച്ച് എം ടെയിൽ കൺവെർജൻ്റ് ആണെങ്കിൽ തന്നിരിക്കുന്ന സീക്വൻസ് എക്സും കൺവെർജൻ്റ് ആയിരിക്കുമെന്നാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ആരാണ്? അപ്പം ഇങ്ങനെ കൺവെർജൻ്റ് ആവുന്ന കേസിൽ ടെയിലിൻ്റെ ലിമിറ്റും ഒറിജിനൽ സീക്വൻസിൻ്റെ ലിമിറ്റും സെയിം തന്നെയാണ്. ലിമിറ്റ് ഓഫ് എക്സ് എം ഈ സെയിം ആസ് ലിമിറ്റ് ഓഫ് എക്സ്. ഇതാണ് തിയറം പറയുന്നത്. സോ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. ആദ്യം നമ്മൾ ക്യാപിറ്റൽ എക്സ് കൺവെർജൻ്റ് ആണെന്നും അതിൻ്റെ ലിമിറ്റ് സ്മോൾ എക്സ് ആണെന്നും അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ അറിയാം. ഫോർ എവരി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k എപ്സിലൺ സച്ച് ദാറ്റ് absolute value of xn minus x is less than epsilon for all n greater than or equal to k epsilon. Okay. പക്ഷേ നമുക്കറിയാം nth എലമെൻ്റ് ഓഫ് എക്സ് എൻ
of the sequence x is the n minus mth element of its m tail provided n is greater than m. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ സീക്വൻസ് x എന്ന് പറയുന്നത് x1 x2 x3 എക്സെട്ര, ഇതാണ് ഒറിജിനൽ സീക്വൻസ്. ഇതിൻ്റെ എം ടെയിലിനെ ഞാൻ y1 y2 y3 എക്സെട്ര എന്ന് എഴുതുകയാണ്. അപ്പോൾ ആക്ച്വലി ഈ y1 എന്ന് പറയുന്നത് ഓർ ഇൻ ജനറൽ yk എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ് എം പ്ലസ് കെ. എം ടെയിലല്ലേ, ഇപ്പം നമ്മൾ ആദ്യത്തെ സീക്വൻസിൽ നിന്ന് എം ടേംസിനെ റിമൂവ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ സീക്വൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഐ എം ടേക്കിംഗ് yk ആസ് എക്സ് കെ പ്ലസ് എം ഓർ എം പ്ലസ് കെ. So this is the kth term of sequence xm. Hence, the terms of xm for k greater than or equal to, അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് absolute value of xn minus x is less than epsilon for all n greater than or equal to k epsilon. ഞാൻ ഈ n എന്ന് എഴുതിയതിന് പകരം k plus m എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. So absolute value of x k plus m is minus x is less than epsilon for all k plus m greater than or equal to k epsilon. Okay, n-ന് പകരം take n as k plus m. എന്താ കിട്ടുക? absolute value of x k plus m minus x is less than epsilon for all k plus m greater than or equal to k epsilon. k plus m greater than or equal to k epsilon എന്ന് പറയുമ്പോൾ k greater than or equal to k epsilon minus m, അതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. k greater than or equal to k epsilon minus m will satisfy the property absolute value of x k plus m. x k plus m ആണ് നമ്മുടെ yk. So we have absolute value of yk minus x is less than epsilon. Now I am taking this k epsilon minus m as km epsilon. This is some natural number. K epsilon is a natural number, m is another natural number. So their difference. So നമ്മുടെ assumption ഇവിടെ ഇതാണ്, m is greater than k എന്നുള്ളതാണ് നമ്മുടെ assumption. Sorry, k epsilon is greater than m എന്നുള്ളതാണ് നമ്മുടെ assumption. എന്നാൽ മാത്രമേ ഇത് നമുക്ക് natural number ആയിട്ട് കിട്ടുള്ളൂ. So that നമുക്ക് പറയാം absolute value of yk minus x is less than epsilon for all k greater than or equal to k epsilon minus m-ന് പകരം km epsilon. That means ഈ yk എന്ന് പറയുന്നത് സീക്വൻസ് xm-ലെ എലമെൻറ്റ്സ് ആണ്. സോ ലിമിറ്റ് ഓഫ് xm is equal to x. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് k epsilon is greater than m. Now converse, നമുക്ക് if and only if ആണ് തിയറം. അപ്പോൾ x കൺവെർജൻ്റ് ആണെങ്കിൽ xm കൺവെർജൻ്റ് ആണ് ആൻഡ് ബോത്ത് ഓഫ് ദം ഹാവ് ദ സെയിം ലിമിറ്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് ആണ് പ്രൂവ് ചെയ്യാൻ പോണേ. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ലിമിറ്റ് ഓഫ് xm ഇസ് ഈക്വൽ ടു x. ടെയിൽ എം ടെയിൽ കൺവെർജൻ്റ് ആണ്, അതിൻ്റെ ലിമിറ്റ് x ആണ് എന്ന് അസ്യൂം ചെയ്തു. ദെൻ for epsilon greater than 0, definition, convergence in the definition, take an epsilon greater than 0, there exists a natural number. A natural number ne nammaloda km epsilon ezhudum such that absolute value of yk minus x is less than epsilon for all k greater than or equal to km epsilon. Okay, ഈ yk എന്ന് പറഞ്ഞാൽ ആരാ? ഇറ്റ് ഈസ് എക്സ് കെ പ്ലസ് എം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x k plus m minus x is less than epsilon for all k greater than or equal to km of epsilon. ഇനി ഞാൻ ഈ k plus m എന്നുള്ളതിന് പകരം n എന്ന് എഴുതാൻ പോവാണ്. അപ്പം അതിനു മുമ്പ് ഒന്നും കൂടി ഇവിടെ ശ്രദ്ധിക്കാം. absolute value of x k plus m minus x is less than epsilon for all k greater than or equal to km of epsilon എന്ന് പറഞ്ഞു. ഇതിൻ്റെ രണ്ട് സൈഡും ഞാനൊരു m ആഡ് ചെയ്ത് കഴിഞ്ഞാൽ this is true for every k plus m greater than or equal to km of epsilon plus m. ഇനി ഈ k plus m എന്നുള്ളതിന് പകരം ഞാൻ n എന്ന് എഴുതുകയാണ്. So that I can write this as absolute value of xn minus x is less than epsilon for all n greater than or equal to
again here also k plus m ന് പകരം ഞാൻ n എഴുതി. So for all n greater than or equal to kmf epsilon plus m. ഇതൊരു നാച്ചുറൽ നമ്പറാണ്. ഈ നാച്ചുറൽ നമ്പറിനെ ഞാൻ k of epsilon എന്ന് വിളിക്കുന്നു. ഓക്കെ, so that I have absolute value of xn minus x is less than epsilon for all n greater than or equal to k of epsilon, and this means limit of capital X is equal to small x itself. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഭാഗം കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടിയത് ഇതാണ്. ലിമിറ്റ് ഓഫ് എക്സ് എം ഇസ് സെയിം ആസ് ലിമിറ്റ് ഓഫ് എക്സ്. ഓക്കെ, രണ്ട് കേസിലും വി ഹാവ് ലിമിറ്റ് ഓഫ് എക്സ് എം ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ്, ആൻഡ് എക്സ് എം കൺവേർജസ് if and only if x converges. ഓക്കെ, ഇപ്പോൾ ഈ സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന പല റിസൾട്ടുകളും നമ്മൾ ഒരു ഫുൾ സീക്വൻസിന് പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരു കൺവെർജൻസ് പോലെയുള്ള പ്രോപ്പർട്ടീസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഫുൾ സീക്വൻസ് കൺവെർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒരു ടെയിൽ കൺവെർജ് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചാൽ തന്നെ തന്നിരിക്കുന്ന സീക്വൻസും കൺവെർജൻ്റ് ആണെന്ന് ആയിക്കോളും. സോ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ നമ്മളൊരു പേര് പറയും അൾട്ടിമേറ്റ് പ്രോപ്പർട്ടി. സോ വി സേ ദാറ്റ് എ സീക്വൻസ് ക്യാപിറ്റൽ എക്സ് ultimately has some property P if some tail xm has that property. അതായത് ഒരു സീക്വൻസിന് അൾട്ടിമേറ്റ്ലി ഒരു പ്രോപ്പർട്ടി പി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ സീക്വൻസിൻ്റെ ഏതെങ്കിലും ഒരു എം ടെയിലിന് ആ പ്രോപ്പർട്ടി ഉണ്ടായാൽ മതി. നമുക്ക് ഒന്ന് ക്ലിയർ ആക്കാൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ സീക്വൻസ് ഇതാണെന്ന് വിചാരിക്കുക, 1 2 3 4 5 5 5 5 5 എക്സെട്ര. സോ ഞാൻ ഈ ആദ്യത്തെ 4 പേരെ ഒഴിവാക്കി കഴിഞ്ഞാൽ what I have is 5 5 5 5 etc. It's a constant sequence. അല്ലേ? So if I take x4, it is a constant sequence. അപ്പോൾ എനിക്ക് പറയാം capital X is ultimately a constant sequence. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കുക. I am taking a sequence 0 2 3 4 5 6 then 1 0 1 0 1 0 etc. So if I remove 0 1 2 3 4 5 6 ആദ്യത്തെ 6 ടേംസ് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ then what I have is 1 0 1 0 1 0 etc. which is an alternating sequence. Okay, so I can say that capital X is ultimately an alternating sequence because its sixth tail is an alternating sequence. പക്ഷേ നമുക്ക് ഈ ക്യാപിറ്റൽ Y അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇതിൻ്റെ ഒരു എം ടെയിൽ പോലും ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആവില്ല. സോ ദിസ് ഇസ് നോട്ട് അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻറ്റ്, ബട്ട് ദിസ് ഇസ് അൾട്ടിമേറ്റ്ലി ആൻ ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് അൾട്ടിമേറ്റ്ലി എ കോൺസ്റ്റൻറ്റ് സീക്വൻസ്. ഇങ്ങനെ ഒരു ടെയിലിന് ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ സീക്വൻസിന് അൾട്ടിമേറ്റ് ആയിട്ട് ആ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് നമ്മൾ പറയും. ഇനി കൂടുതലായിട്ട് നമ്മൾ കൺവെർജൻസുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ കഴിഞ്ഞ കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇനി നമ്മൾ കുറേശ്ശെ ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള റിസൾട്ടുകളിലേക്ക്, എന്തൊക്കെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത്, അങ്ങനെയുള്ള റിസൾട്ടുകളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു റിസൾട്ടും അതിൻ്റെ അപ്ലിക്കേഷനും നമ്മളിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് നോക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് എം ടെയിൽ എന്താണ്? ഓക്കെ.